Good morning everyone. Today discuss about argumentative composition. Argumentative composition നമ്മൾ മുന്നത്തെ പ്രീവിയസ് ക്ലാസ്സിൽ നോക്കിയതാണ്. അപ്പോൾ ആർഗ്യുമെൻറ്റേറ്റീവ് കമ്പോസിഷനിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ലോജിക്കലായിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയാസാണ് ഏതിൽ വരുന്നത്, ആർഗ്യുമെൻറ്റേറ്റീവ് കമ്പോസിഷനിൽ വരുന്നത്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റേറ്റീവ് കമ്പോസിഷനിലുള്ള അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന് മുന്നേ ഈ ആർഗ്യുമെൻറ്റേറ്റീവ് കമ്പോസിഷനിൽ നമ്മൾ കൂടുതലും ഏതിനാണ് ആർഗ്യുമെൻറ്റേറ്റീവ് കമ്പോസിഷനിൽ കൂടുതലും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റിനാണ് അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള തിയറീസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് കമ്പോസിഷൻ്റെ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് ഇൻഡക്റ്റീവ് ഡെഡിക്കേറ്റീവ് റീസണിങ്, നോൺ റാഷണൽ മോഡൽസ്, പ്രസൻറ്റിങ് മോഡൽ കമ്പോസിഷൻസ്. ഇത് അത്ര വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഇത് ഒരുപാട് അങ്ങനെ കുറേ പോയിൻറ്റ്സ്. പിന്നെ സാധാരണ നമ്മൾ മറ്റെല്ലാം റൈറ്റിംഗ് പാരഗ്രാഫിന് പഠിച്ച പോലെ തന്നെ സെൽഫ് ചെക്ക് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്, സമ്മറീസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിൻ്റ് അത് ഞാൻ പിന്നെ എഴുതായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ആണ്. അപ്പോൾ ആർഗ്യുമെൻറ്റേറ്റീവ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ലോജിക്കായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. നമ്മൾ എന്തിന് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് കമ്പോസിഷനിൽ നമ്മൾ കൂടുതൽ ലോജിക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഡിഡക്റ്റീവ് റീസണിങ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഇൻഡക്റ്റീവ് റീസണിങ് അത് ഫസ്റ്റ് വൺ എടുക്കാം നമുക്ക്. അതായത് ഇൻഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡക്റ്റീവ് സയൻസ് ഓഫ് റീസണിങ് അല്ലേ. സയൻസ് എന്ന് പറയുന്നത് എന്താണ്, റീസണിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ കാണുന്നത്, സയൻസിൽ കാണുന്നത്. അപ്പോൾ ഈ ഇതിൽ തന്നെ നമുക്ക് ഓർഡറിങ് ആയിട്ടുള്ള ഐഡിയാസാണ് ഏതിലുള്ളത്, ഈ ലോജിക് ഓഫ് ആർഗ്യുമെൻറ്റിൽ കാണുന്നത്. അപ്പോൾ ഈ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് ജനറലായിട്ടുള്ള ഒരു കാര്യത്തിനെ സ്പെസിഫിക് ആക്കുന്നതാണ് ഏതിൽ നടക്കുന്നത്, ഇൻഡക്റ്റീവ് റീസണിങ് നടക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബാസ്ക്കറ്റ് നിറയെ എന്തുണ്ട്, കോയിൻസ് ഉണ്ടെന്ന് വിചാരിക്കാം, നിറയെ കോയിൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കോയിൻസിൽ ഒരു കോയിൻ നമ്മൾ എടുക്കുമ്പോൾ അത് ഒരു 1 റുപ്പീസിൻ്റെ കോയിൻ ആണെങ്കിൽ ഒന്നും കൂടെ നമ്മൾ എടുത്തു, അതും എന്താണ് 1 റുപ്പീസിൻ്റെ കോയിൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി ഇതിലുള്ള ഫുള്ള് കോയിൻസ് നമ്മൾ എടുത്തു നോക്കുന്നില്ല. പക്ഷെ ഈ 2 കോയിൻസ് എടുക്കുക മാത്രം ചെയ്തിട്ട് നമ്മൾ എന്ത് തീരുമാനിക്കുകയാണ്, ഈ ബോക്സ് നിറയെ ഉള്ളത് എന്താണെന്ന് 1 റുപ്പീസിൻ്റെ കോയിൻസ് ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ജനറലായിട്ടുള്ള ഒരു കാര്യത്തെ അതൊക്കെ സ്പെസിഫൈ ചെയ്യുന്നതാണ് എന്ത്, ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. 2 കോയിൻ എടുത്തപ്പോൾ 2 കോയിൻ എന്താണ്, 1 രൂപേൻ്റെ കോയിൻസ് ആണ്. അപ്പോൾ ഈ ഇതിൽ ഫുള്ള് നോക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ്, ഇത് ഫുള്ളും എന്തിൻ്റേതായിരിക്കാം, 1 രൂപേൻ്റെ അല്ലെങ്കിൽ 1 റുപ്പീസിൻ്റെ കോയിനാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ജനറലായിട്ടുള്ള ഒരു മാറ്ററിന്, ജനറലായിട്ടുള്ള ഒരു തീമിനെ നമ്മളത് സ്പെസിഫൈ ചെയ്യാണ്. നമ്മൾ സ്പെസിഫിക് ചെയ്തിട്ട് തീരുമാനിച്ചു അതെന്താണ്, ഇത് ഫുള്ള് 1 റുപ്പീസ് കോയിൻസിൻ്റെ ആണ് എന്ന് നമ്മൾ തീരുമാനിച്ചു. അതാണ് എന്തെന്ന് പറയുന്നത്, ഡിഡക്റ്റീവ് റീസണിങ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്, ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എക്സാമ്പിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് എക്സാമ്പിളുകൾ നോക്കിയാൽ മനസ്സിലായി. ഒരു ഷോപ്പിലെ ഒരു ഷോപ്പ്, ആ ഷോപ്പിലത്തെ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ കിട്ടുന്ന ഷോപ്പാണ് അതെന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അവിടെ തന്നെ പോയി സാധനങ്ങൾ മറ്റ് അതർ ദാൻ ഷോപ്സിനേക്കാളും മോശമാണ് എന്ന് ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ അവിടെ അതിൽ തന്നെ പോകുന്നത്. ജനറലായിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സ്പെസിഫൈ ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ നേരെ ഈ ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ഒരു കറക്ഷൻ ഉണ്ടായിരിക്കണം എന്നില്ല. കാരണം നമ്മൾ ജസ്റ്റ് ഇമാജിൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിലെത്ര ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ 1 രൂപ കോയിൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല.
ചെയ്യുന്നില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രോബബിൾ ആയിട്ടുള്ള ഒരു ആൻസറിങ് ആണ് ഏതിൽ കിട്ടുന്നത്, ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ കിട്ടുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്താണെന്ന് മനസ്സിലായില്ലേ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ഇതിൻ്റെ ഇൻഡക്റ്റീവ് റീസൺ എന്ന് പറയുന്നത് എന്താണ്, ജനറലായിട്ടുള്ള ഒരു കാര്യത്തിനെ ഇന്നതായിരിക്കുമെന്ന് സ്പെസിഫിക് ചെയ്യുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്തെന്ന് പറയുന്നത്, ഡിഡക്റ്റീവ് റീസണിങ്. എന്തായിരിക്കും, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ജനറലൈസ് ചെയ്യുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു, അതായത് ഇന്നിപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയെന്ന് വെച്ചാൽ ആനിമൽസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആനിമൽസിനെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. നമ്മളിതിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ വേണ്ട, ഇത് നമുക്ക് ഇതെടുക്കാം, ആനിമൽസിൻ്റെ തന്നെ എടുക്കാം. മമൽസ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട് ഇല്ലേ, അതിൽ എല്ലാ ആനിമൽസിനും എന്തുണ്ട്, കിഡ്നി അങ്ങനെയുള്ള ഓർഗൻസ് ഒക്കെ ഉണ്ട് ഇല്ലേ. നമുക്കറിയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. ആ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം എല്ലാ ആനിമൽസിനും അതുപോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഏത്, ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പം സ്പെസിഫിക് ആയിട്ട് ഒരു ആനിമൽസിന് അല്ലെങ്കിൽ ഒരു ഇതിൽ ഓർഗനുള്ള ആനിമൽസിന് എന്തുണ്ട്, അത് തന്നെയായിരിക്കും മറ്റുള്ള എല്ലാ ആനിമൽസിനും അല്ലെങ്കിൽ അതേ ഇനത്തിൽപ്പെട്ട അതേ വർഗത്തിൽപ്പെട്ട എല്ലാ ജീവികൾക്കും ഉള്ളത് എന്ന് നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് എന്താണ്, ജനറലായിട്ടുള്ള ഒരു കാര്യത്തിനെ സ്പെസിഫൈ ചെയ്യുന്ന ഇത് ഇൻഡക്റ്റീവ് റീസണിങ്. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം, അതായത് അത് ട്രൂത്താണ്, അത് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ട്രൂത്തായ ആ ലോജിക്കിനെ എന്ത് ചെയ്യുന്നു, ആ ലോജിക്കായിട്ടുള്ള കാര്യത്തെ എല്ലാത്തിലും അത് ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് ഉറപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഡക്റ്റീവ് റീസൺ ഈ ഡിഡക്റ്റീവ് റീസണിങ് തന്നെ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഇതിലാണെങ്കിൽ നമുക്ക് എന്താ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോവാം. കാരണം ഇതിൽ നമുക്ക് തെറ്റിപ്പോവാം, ഇതാവണമെന്നില്ല. നമ്മളൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഏത് പറയുന്നത്, ഇൻഡക്റ്റീവ് റീസണിങ് പറയുന്നത്. പക്ഷെ ഡിഡക്റ്റീവ് റീസണിങ്ങിൽ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ഇൻഡയറക്റ്റ് മേ ബി ആണ് ഏത്, ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. പിന്നെ അതാണ് ഇൻഡക്റ്റീവ് റീസൺ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോൺ റാഷണൽ മോഡൽസ് ആണ്. നോൺ റാഷണൽ മോഡൽസ് എന്ന് പറയുന്നത് എന്താ, നെക്സ്റ്റ് ഒന്ന് വിട്ടുപോയിട്ടുണ്ട് ഇവിടെ, ഫാലസീസ്. നെക്സ്റ്റ് ഫാലസീസ് ആണ്. ഫാലസീസ് എന്ന് പറഞ്ഞാൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, ഫാലസീസ് എന്ന് പറയുന്നത്. അതായത് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചതാണ്. എന്താണ് ആർഗ്യുമെൻ്റ്, വ്യക്തമായ ഒരു ഐഡിയ, ഒരു തോട്ടാണ് എന്തെന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ആ ആർഗ്യുമെൻറ്റിനെ നമ്മൾ തെറ്റാണോ ശരിയാണോ എന്ന് ഉറപ്പിക്കാത്ത തരത്തിലുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫാലസീസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ക്ലാസ് റൂമിലത്തെ കാര്യം തന്നെ എടുത്താൽ, ഇപ്പോൾ ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ ക്ലാസ് എടുത്തു, കുട്ടികളോട് ചോദിച്ചു മനസ്സിലായോ, ഓക്കെ എന്ന് പറഞ്ഞ് കുട്ടികളായിരിക്കും ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ഇങ്ങോട്ട് ചോദിക്കാനുള്ളാണ്ട് ഇല്ല. അപ്പോൾ ചോദിക്കുകയോ ഡൗട്ടോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ടീച്ചറുടെ വിചാരം എന്തായിരിക്കും, കുട്ടികൾക്ക് മനസ്സിലായി. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും, കുട്ടികൾക്കൊക്കെ മനസ്സിലായി. അപ്പോൾ ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തും. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായോ ഇല്ലയോ അല്ലെങ്കിൽ അതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ടീച്ചർ മാത്രം വിചാരിക്കും. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല, അവർ ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നുമില്ല. അപ്പം ടീച്ചർ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ടീച്ചറുടെ വിചാരം എന്താണ്, കുട്ടികൾക്കൊക്കെ മനസ്സിലായി. അപ്പോൾ കുട്ടികൾക്കൊക്കെ മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും, യൂണിറ്റ് ടെസ്റ്റ് നടത്തും. അത് നമ്മളൊരു ഫാലസിയാണ്. അവിടെ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ആർക്കറിയില്ല, ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അറിയുന്നില്ല. ഇവരൊന്നും തിരിച്ച് ചോദിക്കാത്തപ്പം
അവർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ച് യൂണിറ്റ് ടെസ്റ്റ് നടത്തും. പക്ഷേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണുക എവിടെയാണ്? യൂണിറ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ പരീക്ഷ എന്ത് ചെയ്യും, അതിലെ മാർക്ക് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൽ മാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ഇവർക്ക് ചാപ്റ്റർ അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടോ ഉള്ളോ എന്നുള്ളത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫാലസീസ്, അതായത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളിപ്പം ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഫാലസീസ് എന്ന് പറയുന്നത്. ആർഗ്യുമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഇത് ഫാലസി, ആർഗ്യുമെൻറ്റിനോടനുബന്ധിച്ചിട്ടുള്ളതാണ് ഇത് ഫാലസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഫാലസീസിൻ്റെ വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യൻസ് ആർ സ്പിരിച്വൽസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓൾ ഇന്ത്യൻസ് ആർ സ്പിരിച്വൽസ് ഫാലസീസിൻ്റെ ഒരു എക്സാമ്പിളാണ് ഓൾ ഇന്ത്യൻസ് ആർ സ്പിരിച്വൽസ് എന്ന് പറയുന്നത്. ഈ ഓൾ ഇന്ത്യൻസ് ആർ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ആത്മീയവാദികളാണോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ എല്ലാവരും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിപ്പോൾ ഓരോരുത്തരുടെയും ഇടയിൽ ചേർന്ന് ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫാലസീസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തതാണ് നോൺ റാഷണൽ മോഡൽസ്. നോൺ റാഷണൽ മോഡൽസ് എന്ന് പറയുന്നത് ഇമോഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് നോൺ റാഷണൽ മോഡൽസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആർഗ്യുമെൻറ്റിൽ ആർഗ്യുമെൻറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ എന്തിന് ഇത് ചെയ്യും, ഇമോഷൻസിനെ കവർ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെന്ന് പറയുന്നത് നോൺ റാഷണൽ മോഡൽസ്. നമ്മളെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതിനെയൊക്കെ കവഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഒരു റൈറ്റർ വായനക്കാരനെ എഴുതുമ്പോഴാണ് എന്തെന്നാവുന്നത് നോൺ റാഷണൽ മോഡൽസ് വരുന്നത്. അതായത് ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഇത് നോൺ റാഷണൽ മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രസൻറ്റിങ് മോഡൽ കോമ്പോസിഷൻ. നമ്മൾ വെച്ചാൽ കോമ്പോസിഷൻ്റെ ഫസ്റ്റ് ഇതിലെത്താതെ ഒരു പാസേജ് തരുന്നുണ്ട്. ആ പാസേജിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആ പാസേജിൻ്റെ എക്സാമ്പിളോ അത് ഇതൊക്കെ അത് എത്ര കാര്യമായിട്ടുള്ള കാര്യമില്ല. അപ്പം മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റേറ്റീവ് കോമ്പോസിഷനാണ്. ആർഗ്യുമെൻറ്റേറ്റീവ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് 3 തരത്തിലാണുള്ളത്. ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസൺ എന്ന് പറയുന്നത് എന്താണ്, ജനറലായിട്ടുള്ള ഒരു കാര്യത്തെ സ്പെസിഫൈ ചെയ്യുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ ജനറലൈസ് ചെയ്യുന്നതാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. പിന്നെ ഫാലസീസ് ആണ് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, പക്ഷേ അതൊരു ട്രൂത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ലോജിക് ആയിരിക്കാം, അങ്ങനെയുള്ളതിനെയാണ് ഇത് ഫാലസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോൺ റാഷണൽ മോഡൽസ് ആണ്. നോൺ റാഷണൽ മോഡൽസ് എന്ന് പറയുന്നത് ഫീലിങ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എഴുതുന്നതാണ് ഏത് നോൺ റാഷണൽ മോഡൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രസൻറ്റിങ് മോഡൽ കോമ്പോസിഷൻ ആണ്. അതിപ്പം ഒരു പാസേജ് തന്നിട്ട് നമുക്ക് ആ പാസേജിൽ നിന്ന് എടുത്ത് നമ്മൾ അതിൻ്റെ മെയിൻ പോയിന്റുകൾ, സബ് പോയിന്റുകൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു എക്സാമ്പിൾ വൈസാണ് ഇത് പ്രസൻറ്റിങ് മോഡൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ആർഗ്യുമെൻറ്റേറ്റീവ് കോമ്പോസിഷൻ